പ്രതിപക്ഷം ഇന്ന് കാട്ടിക്കൂട്ടിയത് സത്യാനന്തര കാലത്തിന്റെ പ്രചരണ രാഷ്ട്രീയമാണ്. അത് തുറന്നു കാട്ടാൻ ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് സമരം പ്രഖ്യാപിച്ച എന്താ ആനുകൂല്യം? സഭയിൽ ചോദ്യങ്ങൾ ഉണ്ടാവില്ല, സഭയിൽ മറുപടി പറയേണ്ടി വരില്ല. ഇല്ലെങ്കിൽ മറുപടി പറയേണ്ടി വരും. ആരാണ് പോറ്റിയെ കയറ്റിയത്? 2007 ജി രാമൻ നായരുടെ സമയത്ത് എങ്ങനെയാണ് ഇദ്ദേഹം ഉത്സവത്തിന്റെ സമയത്ത് തന്ത്രിയായി പരികർമ്മിയായി വന്നത്? 2004-ലും 2006-ലും ഇയാൾ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? പ്രയാർ ഗോപാലകൃഷ്ണനോടൊപ്പം ഫോട്ടോകൾ എങ്ങനെ വന്നു? ജൻപത്തിൽ സോണിയാഗാന്ധിക്കൊപ്പം എങ്ങനെ പോയി? അവിടെ അടൂർ പ്രകാശിന്റെയും ആന്റോ ആന്റണിയുടെയും സാന്നിധ്യം എങ്ങനെ ഉണ്ടായി? ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടി വരും പ്രതിപക്ഷത്തിന്. അതിൽ നിന്ന് ഭയന്നാണ് പോയത്. അത് ഭയന്നുകൊണ്ട് തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചു. പക്ഷെ അവിടെ പാളിപ്പോയി. അത് ജനങ്ങൾക്ക് മനസ്സിലായി, ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കേണ്ടിയിരുന്നത് EDയുടെ അന്വേഷണം തന്ത്രിയെ തൊടാതെ പോകുമ്പോൾ ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നായിരുന്നില്ലേ? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പോയതിന് എന്തെങ്കിലും ലെവലേശം ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇതിൻ്റെ കിങ് പിൻ എന്ന് SIT സംശയിക്കുന്ന, ഹൈക്കോടതി സംശയിക്കുന്ന, ഇതുവരെയും ജാമ്യം കിട്ടാത്ത തന്ത്രി രാജീവ് കണ്ഠരുടെ വീട്ടിലേക്ക് ED പോവാത്തതിനെ കുറിച്ച് ഒരു വാക്ക് മിണ്ടിയിട്ടില്ല ഈ പറയുന്ന പ്രതിപക്ഷം. ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. എന്താ പ്രശ്നം? വിശ്വാസികൾ കൂട്ടത്തോടെ ഇളകി വരും. ഇവർക്ക് വേണ്ടത് ഇവർ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരു സംവിധാനത്തെയാണ്. അതുകൊണ്ട് ചോദ്യങ്ങൾ ഭയന്ന പ്രതിപക്ഷം ഇന്ന് സഭയിൽ നിന്ന് ഒളിച്ചോടി. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഇത് തുടരും.